ചരക്ക് സേവന നികുതി വരുമാനത്തിൽ ഒട്ടും മോശമല്ലാത്ത കുതിപ്പുണ്ടായിട്ടുണ്ട് എന്നാണ് വാർത്തകൾ കാണിക്കുന്നത്. നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. അന്താരാഷ്ട്ര ഏജൻസിയായ യുണൈറ്റഡ് നേഷൻസ് പോലെയുള്ളവയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഠനങ്ങളും ഒക്കെ ഈ അടുത്ത കാലത്ത് പുറത്തുവിട്ട കണക്കുകളിൽ ഇന്ത്യ 7% മുതൽ 8% വരെ വളർച്ച, GDP വളർച്ച നേടും 2024-25 ധനവർഷത്തിൽ എന്നാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെയാണ് GSTയുടെ വരുമാനത്തിൽ ഉണ്ടാകുന്ന ഒരു കുതിപ്പിനെ പറ്റി, കുതിപ്പ് എന്ന് പറയാൻ ഒക്കുമോ എന്നറിഞ്ഞുകൂടാ, എങ്കിലും ഒട്ടും മോശമല്ലാത്ത വളർച്ചയാണ് GST കൈവരിച്ചിരിക്കുന്നത് ഈ വർഷം എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് മാർച്ച് 24, അതായത് മാർച്ച് മാസം 2024 വലിയ കുതിപ്പാണ് GST, അതായത് ചരക്ക് സേവന നികുതി സമാഹരണത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് അത് 1,78,000 കോടിയാണ് മാർച്ച് മാസത്തിലെ ചരക്ക് സേവന നികുതി വരുമാനം. അത് നമ്മൾ 2017 ജൂലൈ 1 GST കൊണ്ടുവരുന്നത്. ആ 2017 ജൂലൈ 1 മുതൽ ഈ 2024 മാർച്ച് വരെയുള്ള കാലഘട്ടത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മന്ത്ലി വളർച്ചയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ആ വളർച്ച, അങ്ങനെ ആകെ GST വരുമാനം എത്രയാണ്? അങ്ങനെ ഈ വർഷത്തെ ആകെ, അതായത് മാർച്ച് മാസത്തിലെ 1,78,000 കോടിയായിരുന്നു വരുമാന വർധനവ്. പക്ഷെ എല്ലാ മാസങ്ങളിലും അത്രയും ഉണ്ടായിട്ടില്ല. അങ്ങനെ ആകെ കൂടിയുള്ള ഈ ധനവർഷത്തെ, അതായത് 2023-24 ചരക്കു സേവന നികുതി വരുമാനം, ഇനി ഞാനത് GST വരുമാനം എന്നേ പറയൂ, ചരക്ക് സേവന നികുതി വരുമാനം 20,00,000, അതായത് 20.2 ലക്ഷം കോടി, 20.2 ലക്ഷം കോടിയായി വളർന്നിരിക്കുന്നു. എന്ന് വെച്ചാല് കഴിഞ്ഞ വർഷത്തെയുമായി താരതമ്യം ചെയ്യുമ്പോൾ 11.6% വളർച്ചയാണ് നേടിയിട്ടുള്ളത്. ഇനി അതേ സമയത്ത് നെറ്റ് GST റവന്യൂവില് അതിലേറെ മാറ്റം ഉണ്ടായി എന്നാണ് പറയുന്നത്. നെറ്റ് GST റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? GSTയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട വിഹിതമൊക്കെ കുറച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഐ എം സോ സോറി. നെറ്റ് GST റവന്യൂ എന്ന് പറയുന്നത് ITC കൊടുത്ത് GST റവന്യൂ കളക്ട് ചെയ്ത് അതിൽ നിന്നാണ് പിന്നെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇൻപുട്ട് കോസ്റ്റുകളെല്ലാം കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഇൻപുട്ട് കോസ്റ്റുകളെല്ലാം കൊടുത്തു കഴിഞ്ഞ് ബാക്കി വരുന്നതാണ് നെറ്റ് GST എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നെറ്റ് GSTയിൽ നിന്നാണ് പിന്നെ അതായത് നമ്മുടെ GST സമ്പ്രദായം സംസ്ഥാനങ്ങളും കേന്ദ്രവും പങ്കിട്ട് നടത്തുന്ന GST സമ്പ്രദായമാണ്. അതായത് നികുതി പിരിക്കുന്നത്, GST നികുതി പിരിക്കുന്നത് കേന്ദ്രവും സംസ്ഥാനങ്ങളും സംയുക്തമായിട്ടാണ്. എന്നിട്ട് 50% കേന്ദ്രത്തിനും ബാക്കി 50% സംസ്ഥാനങ്ങൾക്കും വീതം വയ്ക്കുന്നു. അങ്ങനെയാണ് അതിന്റെ വീതം വയ്പ്. പിന്നെ ഇന്റഗ്രേറ്റഡ് GST അഥവാ സംസ്ഥാനാന്തര GST, അതായത് സംസ്ഥാനാന്തര ചരക്ക് സേവന നികുതി ഓരോ സംസ്ഥാനത്തിനും അർഹമായത് അതാത് സംസ്ഥാനങ്ങളിലേക്ക് ടാക്സ് പോർട്ടൽ വഴിയായിട്ട് കൊടുക്കുന്നു. ആ തരത്തിലുള്ള ഒരു ഡിവിഷനാണ് അതാണ് ഇന്റഗ്രേറ്റഡ് GST എന്ന് പറയുന്നത്, സംസ്ഥാനാന്തര GST അഥവാ സംയോജിത GST. അപ്പം ഇവിടെ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരു മാസത്തെ ശരാശരി 2023-24 ശരാശരി GST വരുമാനം, അതായത് 12 മാസത്തിലും കിട്ടിയിരിക്കുന്ന ആകെ GST വരുമാനത്തിന്റെ ശരാശരി നോക്കുമ്പോൾ 1,68,000 കോടി, അതുമല്ലെങ്കിൽ 1.68 lakh crore ആണ് നമ്മുടെ ശരാശരി വളർച്ച 23-24. ഇതിലും മാറ്റമുണ്ട്, ഇതിലും വളർച്ചയുണ്ടായിട്ടുണ്ട്. അതായത് ഈ ശരാശരിയിലും വളർച്ചയുണ്ടായിട്ടുണ്ട്. കാരണം 2022-23 ശരാശരി വളർച്ച 1.5 lakh crore ആയിരുന്നു. ആ 1.5 lakh crore ആയിരുന്നതാണ്
23-24 1.68 lakh crore ആയിട്ട് വളർന്നത്. അത് നല്ല വളർച്ചയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നെറ്റ് GST, അതായത് ITC എല്ലാം, അത് ഇൻപുട്ട് കോസ്റ്റുകളെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുള്ള GSTയുടെ വളർച്ച തന്നെ 18% രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ GST കോമ്പൻസേഷൻ സെസ്. എന്തിനാണ് ഈ GST കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്നത്? 2017 ജൂലൈ 1 GST കൊണ്ടുവന്നപ്പോൾ തന്നെ സംസ്ഥാനങ്ങൾക്ക് ആദ്യഘട്ടങ്ങളിൽ അവരുടെ ശരാശരി വരുമാനത്തില് GST വരുമാന വളർച്ചയിൽ താളപ്പിഴകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ഒരു കൊച്ചുകുട്ടി, ജനിച്ച കുട്ടി അത് ആദ്യം നടക്കാൻ തുടങ്ങുമ്പോൾ വേച്ചു വീഴുന്നത് പോലെ GST എന്ന് പറയുന്ന ആ പുതിയ രീതി, അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള രീതിയാണ്. ആ രീതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ കാണും. ആ ബുദ്ധിമുട്ടുകളൊക്കെ ബാലാരിഷ്ടത പോലെ ആ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുന്നത് വരെയും അവർക്ക് വന്നിരിക്കുന്ന വരുമാനക്കുറവ്, ഈ വരുമാനക്കുറവ് എങ്ങനെയാ കണക്ക് കൂട്ടിയിരിക്കുന്നത്? അത് വളരെ ശാസ്ത്രീയമായിട്ടാണ് അന്ന് ഗവൺമെന്റ് കണക്ക് കൂട്ടിയത്. അതായത് 3 വർഷത്തെ GSTയിലേക്ക് എല്ലാ ഉൽപ്പന്നങ്ങളും ചേക്കേറിയിട്ടില്ല കേട്ടോ. GSTയിലേക്ക് പോയിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണോ ആ ഉൽപ്പന്നങ്ങളുടെ 3 വർഷത്തെ ശരാശരി വരുമാനം നോക്കും. 3 വർഷത്തെ വരുമാനം നോക്കും, എന്നിട്ട് അതിന്റെ ശരാശരി എടുക്കും. 3 വർഷത്തെ വരുമാനം നോക്കിയിട്ട്, അതായത് GSTയിലേക്ക് ചേക്കേറിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണോ അവയിൽ നിന്ന് കിട്ടുന്ന ആകെ വരുമാനം, 3 വർഷത്തെയും ആകെ വരുമാനം എടുക്കും. എന്നിട്ട് ആ 3 വർഷത്തെ ആകെ വരുമാനത്തിന്റെ ശരാശരി എടുക്കും. എന്തിനാണ് അങ്ങനെ ഒരു കണക്ക് കൂട്ടുന്നത്? ഏതെങ്കിലും ഒരു വർഷം ഒരുപാട് കൂടാം എന്തെങ്കിലും കാരണം കൊണ്ട്, പിന്നെ ഒരു വർഷം ഒരുപക്ഷെ കുറഞ്ഞു പോകാം. അപ്പൊ ഒരു ശരാശരി ശരിയായ രീതിയിൽ കിട്ടാനാണ് ഈ 3 വർഷത്തെ ആവറേജ് എടുത്ത് അതിൽ നിന്ന് എത്ര താഴേക്ക് പോകുന്നുവോ GST കൊണ്ടുവന്നതിന് ശേഷമുള്ള വർഷങ്ങളിൽ, 2017 ജൂലൈ 1 കൊണ്ടുവന്ന്, അപ്പോൾ ജൂലൈ കഴിഞ്ഞാൽ അടുത്ത മാസം ഓഗസ്റ്റ് ആണ്. അപ്പോൾ ഓഗസ്റ്റിലെ വരുമാനം ഈ ഓരോ സംസ്ഥാനത്തിന്റെയും നേരത്തെ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന ശരാശരിയിൽ നിന്ന് എത്ര താഴെ പോയിരിക്കുന്നുവോ ആ വ്യത്യാസം, അതാണ് കോമ്പൻസേഷൻ ആയിട്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത്. അത് യുക്തിസഹമായ തീരുമാനമാണ്, കോമ്പൻസേഷൻ ഫിക്സിംഗ് ആണ്. അങ്ങനെ തീരുമാനിച്ച ആ കോമ്പൻസേഷൻ 5 വർഷത്തേക്ക് കൊടുക്കുമെന്നായിരുന്നു ഇങ്ങനെ GST കൊണ്ടുവന്നപ്പോൾ, അതായത് GST കൊണ്ടുവന്നപ്പോൾ കേന്ദ്രമല്ല തീരുമാനിക്കുന്നത്, GST കൗൺസിലാണ്. എന്താണ് GST കൗൺസിൽ എന്ന് പറഞ്ഞാൽ? GST കൗൺസിൽ എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും ധനമന്ത്രിമാര്, പിന്നെ യൂണിയൻ ടെറിട്ടറീസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഓരോരുത്തര്, അതുകൂടാതെ ധനമന്ത്രി, അതായത് കേന്ദ്ര ധനമന്ത്രി പ്ലസ് അവരുടെ ഡെപ്യൂട്ടി സെക്രട്ടറി. അപ്പൊ ഇത്രയും പേർ ചേർന്നതാണ് GST കൗൺസിൽ എന്ന് പറയുന്ന ബോഡി. ഈ GST കൗൺസിലിന്റെ തീരുമാനപ്രകാരമാണ് 3 വർഷത്തെ ശരാശരി വരുമാനം കണക്കിലെടുത്ത് അതിൽ നിന്ന് എത്ര GST വരുമാനം താഴേക്ക് പോകുന്നുവോ ആ വ്യത്യാസം കോമ്പൻസേറ്റ് ചെയ്യുക. അതാണ് കോമ്പൻസേഷൻ റൂളായിട്ട് കൊണ്ടുവന്നത്. അപ്പൊ ആ കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ഒരു മാർഗം, അത് എത്ര വർഷത്തേക്ക് കോമ്പൻസേഷൻ കൊടുക്കുമെന്നായിരുന്നു അന്നത്തെ തീരുമാനം? 5 വർഷത്തേക്ക്, അതായത് ജൂലൈ 2022 വരെ കോമ്പൻസേഷൻ കൊടുക്കുമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. അങ്ങനെ കോമ്പൻസേഷൻ കൊടുക്കാനുള്ള പണം എവിടെ നിന്ന് സംഭരിക്കും? അതിനാണ് GST കോമ്പൻസേഷൻ സെസ് എന്ന് പറഞ്ഞ് ഒരു സെസ് കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പാടാക്കിയിരുന്നു. ആ സെസ്സിൽ നിന്നുള്ള വരുമാനമാണ് കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ആ കോമ്പൻസേഷൻ സെസ് ഇപ്പോഴും പിരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ കോമ്പൻസേഷൻ നിർത്തിയ സ്ഥിതിക്ക് വേണമെങ്കിൽ കേന്ദ്രത്തിന് ഈ കോമ്പൻസേഷൻ സെസ് പിരിക്കൽ നിർത്താം. അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ മേലുള്ള നികുതി ഭാരം, ഉപഭോക്താക്കളുടെ മേലുള്ള നികുതി ഭാരം കുറയാൻ സാധ്യതയുണ്ട്. ഇക്കാര്യം ഗവൺമെന്റ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നയപരമായ കാര്യങ്ങളിൽ ഇടപെടുന്ന MP-മാര് ഇക്കാര്യം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. അതായത് കോമ്പൻസേഷൻ 2022 ജൂലൈയിൽ തീർന്നു, പക്ഷെ കോമ്പൻസേഷൻ കൊടുക്കാൻ പിരിച്ചിരുന്ന സെസ് ഇപ്പോഴും പിരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സെസ്സിൽ നിന്ന് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. അതായത് GST കോമ്പൻസേഷൻ സെസ്സിൽ നിന്ന് ഈ 2023-24 ധനവർഷം പിരിച്ചെടുത്തിരിക്കുന്നത്
12,259 കോടി രൂപയാണ്. 12,259 കോടി രൂപ. അപ്പൊ അത് സെസ് ആയിട്ട് ഉപഭോക്താക്കളിൽ നിന്ന് തന്നെ പിരിച്ചെടുത്തതാണ്. ഒരു പക്ഷെ ആ സെസ് ഇനി പിരിക്കേണ്ട എന്ന് വെക്കാൻ ഒരു ലോജിക് ഉണ്ട്. അതായത് കോമ്പൻസേഷൻ ഇപ്പോൾ കൊടുക്കുന്നില്ല. അപ്പോൾ പിന്നെ കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഒരു സെസ് പിരിച്ചെടുക്കുന്നതിൽ ഒരു അനീതിയുടെ അംശമുണ്ട്. തീർച്ചയായിട്ടും ആ സെസ് നിർത്തലാക്കാവുന്നതാണ് എന്ന് തന്നെയാണ് എൻ്റെ ഉത്തമ ബോധ്യം. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും GST വരുമാനത്തിലേക്ക് പോകാം. അതായത് അപ്പോൾ GST ആകെ കിട്ടിയ GST റവന്യൂ എന്ന് പറയുന്നത് 20.2 ലക്ഷം കോടിയാണ്. അതിൽ നിന്ന് നെറ്റ് GST ആയിട്ട് കിട്ടിയത് അതിൽ തന്നെ 18% വർധനവ് കാണിക്കുന്നുണ്ട്. അങ്ങനെ കോമ്പൻസേഷൻ സെസ്സിലാണെങ്കിലും വളർച്ചയുണ്ട്. കോമ്പൻസേഷൻ സെസ് ഈ വർഷം നേടിയത് 12,259 കോടിയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ അപ്പൊ എന്തുകൊണ്ടാണ് ഈ GSTയിൽ ഇങ്ങനെ ഒരു നല്ല വരുമാന വളർച്ച, അതായത് 18% വളർച്ച നെറ്റ് GST റവന്യൂവിൽ ഉണ്ടായി എന്ന് പറയുന്നു? കഴിഞ്ഞ വർഷവുമായിട്ട് താരതമ്യം എങ്ങനെയാണ് ഇങ്ങനെ ഒരു വളർച്ച സാധ്യമായത്? അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വാർത്തകളിലും ഒക്കെ കണ്ടിരുന്നു, കോർ സെക്ടർ ഇൻഡസ്ട്രീസ് മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നു. എന്താണ് ഈ കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാല്? 8 വൻകിട വ്യവസായങ്ങളെയാണ് ഇന്ത്യയിൽ കോർ സെക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ പരമപ്രധാന വ്യവസായങ്ങൾ അഥവാ കോർ സെക്ടർ എന്തൊക്കെയാണ്? ഈ കോർ സെക്ടർ വ്യവസായങ്ങള് 8 എണ്ണം. കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം റീഫൈനറി പ്രോഡക്ട്സ്. അപ്പൊ ഒന്ന് ആലോചിക്കുക, ഈ പറയപ്പെട്ട 8 പരമപ്രധാന വ്യവസായങ്ങളിൽ ഏതൊക്കെയാണ് ഇപ്പം നാച്ചുറൽ ഗ്യാസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പെട്രോളിയവുമായിട്ട് വരുന്നത്? 1 കോൾ ഇൻഡസ്ട്രി, 2 ക്രൂഡ് ഓയിൽ ഇൻഡസ്ട്രി, 3 നാച്ചുറൽ ഗ്യാസ് ഇൻഡസ്ട്രി, 4 പെട്രോളിയം റീഫൈനറി പ്രോഡക്ട്സ് ഇൻഡസ്ട്രി. അപ്പൊ ഒന്ന് ഓർക്കണം, 4 പരമപ്രധാന വ്യവസായങ്ങളും ഈ പറയപ്പെട്ട ഇന്ധന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായങ്ങളാണ്. ഇനി ബാക്കി 4 ഏതാന്ന് നമുക്ക് നോക്കാം. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. എന്തുകൊണ്ടാണ് അതൊരു പരമപ്രധാന വ്യവസായമാകുന്നത്? കാരണം കാർഷിക പ്രൊഡക്ടിവിറ്റി, കൃഷിയുടെ പ്രൊഡക്ടിവിറ്റി, ഏത് ക്രോപ്പിന്റെ പ്രൊഡക്ടിവിറ്റി ആണെങ്കിലും അതിന് എങ്ങനെയാണ് വേണ്ടത് നമുക്കറിയാം. ഒരു കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് എങ്ങനെയാണ് പോഷണം വേണ്ടത്? അത് എല്ലാ തരം പോഷണങ്ങളും റിക്വയർഡ് ക്വാണ്ടിറ്റി, നിയതമായ ക്വാണ്ടിറ്റിയിൽ പോഷണം ലഭിച്ചാലേ ഒരു കുട്ടി ഭൗതികമായും അതുപോലെ മസ്തിഷ്കപരമായും വളരെ നല്ല മികവില് വളർച്ച പ്രാപിക്കൂ. അതായത് അങ്ങനെ വളരണം ഒരു കുട്ടിയെങ്കിൽ അതുപോലത്തെ നല്ല ഭക്ഷണം, അതായത് പോഷണ സമൃദ്ധമായ ഭക്ഷണം കൊടുക്കണം. അതുപോലെ കൃഷി നല്ല ഉൽപാദനം നൽകണമെങ്കിൽ അതും പോഷക സമൃദ്ധമായ കൃഷിയായിരിക്കണം. അപ്പോൾ നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫേറ്റ്, ഈ 3 മൂലകങ്ങളും അത്യാവശ്യമായിട്ട്, അതുകൂടാതെ ചെറുമൂലകങ്ങളുമുണ്ട്. ഈ 3 പ്രധാന മൂലകങ്ങളും കിട്ടണം. അങ്ങനെ കിട്ടുന്ന കൃഷി, അതാണ് ഈ 3 മൂലകങ്ങളും റിക്വയർഡ് ക്വാണ്ടിറ്റിയിൽ കൊടുക്കാൻ വേണ്ടിയാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങളെ നാം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ രാസവളങ്ങൾ കൃത്യമായ തോതിൽ കൊടുക്കണം. അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഉൽപാദനവും വിപണനവും റീസണബിൾ ആയിട്ടുള്ള വിലക്കായിരിക്കണം. അപ്പൊ അതാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അതായത് ഇന്ത്യയിലെ 80 കോടി ജനങ്ങൾ കൃഷിയെ ആശ്രയിച്ചാണ് കഴിഞ്ഞത്. നമുക്കറിയാം ലോകത്തെ 1ാമത്തെ ജനസംഖ്യയാണ് ഇന്ത്യ. 142 കോടി 86 ലക്ഷം ജനങ്ങളെ തീറ്റിപ്പോറ്റേണ്ടതാണ്. അപ്പോൾ അത്രയും പേർക്ക് ആഹാരം കൊടുക്കണം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം. ഭക്ഷ്യധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, എഡിബിൾ ഓയിൽ, പഞ്ചസാര, പിന്നെ അതുപോലെ ചെറുധാന്യങ്ങൾ, ഇങ്ങനെ പോഷകാഹാരത്തിന് ആവശ്യമായ എല്ലാം ഉൽപ്പാദിപ്പിക്കണം. കൂടാതെ നമുക്ക് നമ്മുടെ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ജൂട്ട് ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രികളെയൊക്കെ, അങ്ങനത്തെ ഇൻഡസ്ട്രീസിനെ നോക്കുന്നത് ഇതാണ്. നമ്മുടെ കോക്കനട്ട് ഇൻഡസ്ട്രി പോലെ വേറെ കാർഷിക അടിസ്ഥാനപ്പെട്ട മറ്റ് ഇൻഡസ്ട്രികൾ, അതുപോലെ തന്നെയാണ് റബ്ബർ ഇൻഡസ്ട്രി. അപ്പോൾ റബ്ബറിന്റെ ഇതിനെല്ലാത്തിനും കൃത്യമായിട്ട്
പോഷകങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, നല്ല ഉൽപാദനം ഉണ്ടാവുകയാണെങ്കിൽ നല്ലൊരു എക്സ്പോർട്ടിംഗ് കൺട്രി ആയിട്ട് കേരളത്തിന്, ഇന്ത്യക്ക് മാറാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ ഓസ്ട്രേലിയ എടുക്കുക. ഇപ്പൊ ലോകത്തെ ഏറ്റവും വലിയ ആഗ്രോ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ അത്ര സയന്റിഫിക് ആയിട്ടാണ് കൃഷി കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു, നമ്മളെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ചു, നമ്മുടെ എക്സ്പോർട്ട് ഇൻഡസ്ട്രികളെ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ യൂസ് ആവശ്യമാണ്. ഇനി അതുപോലെ ഈ കോർ ഇൻഡസ്ട്രീസിൽ അപ്പൊ 4 പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 5ാമത്തത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. 6ാമത്തത് എന്താണ്? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ലിങ്കേജസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി വേണമെങ്കിൽ, അയണും സ്റ്റീലും ഉൽപ്പാദിപ്പിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? അതിന്റെ പുറകില് അയണോർ മൈനിങ് തൊട്ട്, അയണോർ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് തൊട്ട്, എന്താണ് മറ്റേ സ്റ്റീൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ്, അങ്ങനെ 100 തരം ഏരിയകളാണ് അതിന്റെ പുറകിൽ വളരേണ്ടത്. അതുപോലെ തന്നെ അയൺ ആൻഡ് സ്റ്റീൽ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാലോ അത് ഉൽപ്പന്നം ഇൻപുട്ട് ആക്കിക്കൊണ്ട് വളരുന്ന ധാരാളം വ്യവസായങ്ങൾ എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ സെക്ടർ മുഴുവനും അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ടാണ് അതിനെ പരമപ്രധാന വ്യവസായം എന്ന ഗണത്തിൽ പെടുത്തുന്നത്. ഇനി എന്താണ് ബാക്കിയുള്ളത്? സിമന്റ് ഇൻഡസ്ട്രി. ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം, നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം സിമന്റിന്റെ പ്രത്യേകത. നമ്മുടെ രാഷ്ട്രത്തെ മുഴുവനും കെട്ടിപ്പൊക്കുന്നതിന് സമസ്ത മേഖലകളിലും ആവശ്യമുള്ള ഒന്നാണ് സിമന്റ്. അപ്പൊ സിമന്റ് ഇൻഡസ്ട്രി. അവസാനം ഇലക്ട്രിസിറ്റിയാണ്. 8ാമത്തെ കോർ ഇൻഡസ്ട്രി ഇലക്ട്രിസിറ്റിയാണ്. അത് ഞാൻ പ്രത്യേകിച്ച് പറയാതെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ ഇപ്പൊ ഒരു ദിവസം 1 മണിക്കൂർ, ഒരു 10 മിനിറ്റ് ഇലക്ട്രിസിറ്റി ഇല്ലാതിരുന്നാല് ഉഷ്ണം കൊണ്ട് മരിക്കുന്ന നമ്മള്, അതുപോലെ തന്നെ നമ്മുടെ കാർഷിക എവ്രിവെയർ നമുക്ക്. അപ്പൊ ഇങ്ങനെയുള്ള പരമപ്രധാന വ്യവസായങ്ങളൊക്കെ തന്നെ ഇന്ത്യയില് ഈ വർഷം തരക്കേടില്ലാത്ത വളർച്ച രേഖപ്പെടുത്തുന്നതായിട്ട് എല്ലാ ക്വാർട്ടറുകളിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള റിപ്പോർട്ടുകളുടെ ബേസിസിലാണെന്ന് ഓർക്കണം. ഈ UN ആണെങ്കിലും, അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിലും, അതുപോലെ സെന്റർ ഫോർ മോണിറ്ററിങ് ഇന്ത്യൻ ഇക്കോണമി ആണെങ്കിലും, മറ്റതുപോലുള്ള ഗവേഷണ സ്ഥാപനങ്ങളാണെങ്കിലും ഇന്ത്യയുടെ ഗ്രോത്തിനെ പറ്റിയൊക്കെ എന്താണ് പറയുക, ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നല്ല റിപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിപ്പം ശരിവെക്കത്തക്ക രീതിയിലാണ് GSTയുടെ വളർച്ചയും നമ്മളെ കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ GST വളരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രത്യാശ വയ്ക്കാം. വരും കാലങ്ങളിൽ 5 ട്രില്യൺ ഇക്കോണമിയിലേക്കൊക്കെ നമുക്ക് കയറാൻ കഴിയും. പക്ഷെ 5 ട്രില്യൺ ഇക്കോണമിയിലേക്ക് കയറാൻ കഴിയുമ്പോഴും ഇപ്പൊ തന്നെ ഈ GST വരുമാന വളർച്ചയിൽ തന്നെ സംസ്ഥാന തലത്തിൽ അന്തരങ്ങളുണ്ട്. ചില സംസ്ഥാനങ്ങൾ വളരെ നല്ല ഗ്രോത്ത് കാഴ്ചവെച്ചു റവന്യൂ, അതായത് GST വരുമാനത്തിന്റെ. GST വരുമാനം കൂടുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മൾ നന്നായിട്ട് ഭക്ഷിക്കുന്നു, സാധനങ്ങൾ വാങ്ങിക്കുന്നു, ഉപഭോക്തൃ വസ്തുക്കൾ വാങ്ങിക്കുന്നു എന്നാണ്. എപ്പോഴാണ് നമ്മൾ കൂടുതൽ ഉപഭോക്തൃ വസ്തുക്കൾ വാങ്ങിക്കുന്നത്? നമ്മുടെ കയ്യിൽ പണമുള്ളപ്പോൾ. നമുക്ക് ആവശ്യം ഉണ്ടായിരിക്കണം, അതോടൊപ്പം തന്നെ നമുക്ക് പൈസയും കയ്യിലുണ്ടാവണം. അപ്പൊ പൈസ എപ്പോഴാണ് കയ്യിലുണ്ടാവുക? തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കുമ്പോഴാണ് സാധാരണക്കാരുടെ കയ്യിൽ പണം ഉണ്ടാവുക. അപ്പൊ ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇതിന്റെ GST വരുമാനത്തിന്റെ വളർച്ച വളരെ ചെറിയ തോതിലായിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? അത്തരം സംസ്ഥാനങ്ങളിൽ തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കാം, അല്ലെങ്കിൽ വലിയ പണം ഉള്ള സമ്പത്ത് തന്നെ കുറച്ചു പേരുടെ കയ്യിലായിട്ടിരിക്കുക, സാധാരണക്കാർക്ക് വരുമാനമില്ല. പിന്നെ ഇന്ത്യയിലെ വളരെ വലിയ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാല് അത് ശരിയായിട്ട് പറഞ്ഞാല് ഇവിടെ മിനിമം വേതനം, വളരെ താഴ്ന്ന മിനിമം വേതനമാണ് നിലവിലിരിക്കുന്നത്. കേരളത്തിലെ കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ. കേരളത്തിൽ മാന്യമായ വേതനം എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേ സമയത്ത് കേരളം വിട്ടാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചെന്ന് പറയണ്ട, മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ടാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾ നമുക്കിവിടെ വന്ന് ജോലി ചെയ്ത് തരുന്നത്. കാരണം ആ സംസ്ഥാനങ്ങളിലുള്ളതിനേക്കാളും മാന്യമായ മിനിമം വേജസ് കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവിടെ നിന്നൊക്കെ അവര് ഇങ്ങോട്ട് വരുന്നത് ജോലി തേടി. അപ്പൊ അതൊരു വലിയ പോരായ്മയാണ് ഇന്ത്യൻ ഇക്കോണമിയുടെ. അതായത് അവരുടെയൊക്കെ മാന്യമായ വേതനം കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രമേ
അവരുടെ ഉപഭോഗം, അതാത് സംസ്ഥാനങ്ങളിലെ ഉപഭോഗം വർദ്ധിക്കൂ. കാരണം സാധാരണക്കാരുടെ കയ്യിൽ കിട്ടുന്ന പണം അവർ മുഴുവനും ഉപഭോക്തൃ മേഖലയിൽ ചെലവഴിക്കും. അതേ സമയത്ത് ഇപ്പം മുകേഷ് അംബാനിയോ അദാനിയോ ടാറ്റയോ ഒക്കെ ആണെങ്കിൽ അവരുടെ ഒരു ദിവസത്തെ വരുമാനത്തിന്റെ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു ചെറിയ 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 ഭാഗം മാത്രമാണ് അവരുടെ അനുദിന കൺസംഷൻ. അവര് എയർ ട്രാവലുകാരായിരിക്കാം, സ്വന്തം എയർക്രാഫ്റ്റിൽ പറന്നു നടക്കുന്നവരായിരിക്കാം. അതുമല്ലെങ്കിൽ അതുപോലെ ഉപഭോക്തൃ മേഖലയിലെ വലിയ എന്താ പറയുക, ഏറ്റവും വലിയ അത്യാഡംബരങ്ങളുമായിട്ട് കഴിയുന്നവരായിരിക്കാം. എങ്കിൽ പോലും അവരുടെ വരുമാനത്തിന്റെ ചെറിയ ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഭാഗം മാത്രമാണ് അവർ കൺസംഷന് ചെലവഴിക്കുക. അതേ സമയത്ത് നമ്മുടെ സാധാരണക്കാരെ ഒന്ന് ഓർത്തു നോക്കൂ. അവർക്ക് 1000 രൂപ ശമ്പളം കൂലിയായിട്ട് കിട്ടിയാൽ ആ 1000 രൂപയും അവര് അന്നന്നത്തെ വിപണിയിൽ ചെലവഴിക്കേണ്ടി വരും. അപ്പൊ വിപണിയെ ശക്തിപ്പെടുത്തി നിർത്തുന്നത്, അതായത് ശരിയായ രീതിയിൽ ഊതി വീർപ്പിച്ച് നിർത്തുന്നത് ആരാണ്? ആ സാധാരണക്കാരാണ്. അതുകൊണ്ടാണ് ഈ മിനിമം വേതനം, ശ്രേഷ്ഠമായ മിനിമം വേതനം കൊടുത്താൽ മാത്രമേ GST വരുമാനവും വർദ്ധിക്കും. കാരണം നിങ്ങൾ കൂടുതൽ മിനിമം വേതനം കൊടുത്താൽ ആ മിനിമം വേതനം മുഴുവനും വിപണിയിൽ ഉൽപ്പന്നങ്ങളിൽ ചെലവഴിക്കപ്പെടും. ആ ഓരോ ഉൽപ്പന്നത്തിലെയും GSTയുടെ റേറ്റ് അനുസരിച്ച് GST വരുമാനം ഗവൺമെന്റിലേക്ക് കിട്ടുകയും ചെയ്യും. അതാണ് അതിന്റെ ലോജിക്ക്. അപ്പോ മിനിമം വേതനം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ പറ്റി കൂടി, അതായത് GST വരുമാനത്തിൽ ഇതിനേക്കാൾ ഏറെ വലിയ വരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം എപ്പോഴ് സാധാരണക്കാരന്റെ കയ്യിൽ. അതായത് ഈ ഇന്ത്യയിലെ 142,86,00,000 ജനങ്ങളിലെ ഒരു നല്ല ഭാഗവും തൊഴിൽ, അതായത് 28 വയസ്സ് ആണ് ശരാശരി വയസ്സ് എന്ന് വെച്ചാൽ ഒരു നല്ല ഭാഗം, ഒരു 60-63% ആൾക്കാരും ജോലി ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ളവരാണ്. അപ്പൊ അവരുടെ കയ്യിൽ മിനിമം വേതനമായിട്ട് നല്ല വേതനം കിട്ടുന്നുവെങ്കിൽ അത് GSTയിൽ പ്രകടിപ്പിക്കപ്പെടും. GST വരുമാനത്തിൽ വളർച്ചയുണ്ടാകും. അത് രാഷ്ട്രത്തിന്റെ വളർച്ചയെ പ്രത്യേകമായിട്ട് സഹായിക്കുമെന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അപ്പൊ നമുക്ക് GST റവന്യൂ വർദ്ധിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ തൊഴിലാളികൾ, സാധാരണക്കാരായ തൊഴിലാളികൾ, പാവപ്പെട്ടവരായ തൊഴിലാളികൾ, അവർക്ക് കൊടുക്കുന്ന വേതനം കൂടി വർദ്ധിക്കട്ടെ. അതായത് ഇവിടെ GDPയിൽ ഉണ്ടാകുന്ന വളർച്ച മുഴുവനും എന്താണ് ചെയ്യേണ്ടത്? GDPയിൽ വളർച്ച ഉണ്ടാകുമ്പോൾ നല്ല വികസന സ്വപ്നങ്ങളുള്ള രാജ്യത്തിന്റെ ആ സ്വപ്നങ്ങൾ പൂവണിയണമെങ്കിൽ എന്താണ് വേണ്ടത്? വളർച്ച. GDPയിൽ ഉണ്ടായ വളർച്ച അത് കൃത്യമായിട്ട് തുല്യമായിട്ട് പങ്കിടാൻ ഒക്കില്ല. എങ്കിൽ പോലും അതിന്റെ ഒരു നല്ല ഭാഗം പാവപ്പെട്ട തൊഴിലാളികളുടെ കുടുംബങ്ങളിലേക്ക് ചെല്ലണം, അവരുടെ കൂലിയായും മറ്റു പലതരത്തിലും. അപ്പൊ നമ്മുടെ ഭക്ഷ്യസുരക്ഷാ ആക്ടിലെ ഭക്ഷ്യസുരക്ഷാ പ്രകാരം ഒരു നല്ല ഭാഗം അവരുടെ കുടുംബങ്ങളിലേക്ക് ചെല്ലും. അതുപോലെ നല്ല കൂലിയും കിട്ടുകയാണെങ്കിൽ അതും അവരുടെ കുടുംബങ്ങളിലേക്ക് ചെല്ലും. അങ്ങനെയാണ് ക്ഷേമരാഷ്ട്ര സ്വപ്നത്തെ നമുക്ക് താലോലിക്കാൻ പറ്റുക. അതല്ലാതെ GDP വളർന്നു എന്ന് പറഞ്ഞിട്ട് 4-5 കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് വളർന്ന GDP മുഴുവൻ ഇരിക്കുന്നത് എങ്കിൽ സാധാരണക്കാർക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനം കിട്ടാനാണ്? അതല്ല GDPയുടെ വളർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതല്ല ക്ഷേമരാഷ്ട്ര സങ്കല്പം നമ്മുടെ മുൻപിൽ വെക്കുന്ന ഐഡിയ. അപ്പൊ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പം മനസ്സിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഈ ഇലക്ഷൻ വന്നപ്പോൾ നടത്തുന്ന വാഗ്ദാനങ്ങൾ, പ്രധാനമന്ത്രി തൊട്ട് താഴെയിട്ടുള്ള എല്ലാവരും വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണ്. ഈ വാഗ്ദാനങ്ങളൊക്കെ സഫലീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ GDP വളർന്നാൽ മാത്രം പോരാ. ആ GDP എന്താ പറയുക, ഇക്വിറ്റബിൾ ആയിട്ട്, ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറയാൻ പറ്റില്ല, നീതിപൂർവം, അതാണ് ഇക്വിറ്റബിൾ ആയിട്ട് അത് പങ്കിടപ്പെടണം, സാധാരണക്കാരുടെ കയ്യിലേക്ക് എത്തപ്പെടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.